അപ്പം എല്ലാവർക്കും മെമ്മറൈസ് ട്രാവലോഗിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇത് 2026 ആഗസ്റ്റ് മാസമാണ് കേട്ടോ. അപ്പൊ ആഗസ്റ്റ് മാസമാണെന്ന് പറയുന്നതിന്റെ കാര്യം, ഞാനിപ്പോ എടുത്തേക്കുന്ന വീഡിയോ 2 വർഷത്തിന് മുമ്പ് എടുത്തേക്കുന്ന വീഡിയോ. അപ്പം ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഇന്നാണ്. അപ്പൊ ചില സാങ്കേതിക കാരണങ്ങളായി ഇടാൻ പറ്റി. സാങ്കേതിക കാരണമല്ല, പ്രധാനമായിട്ടും കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ആക്സിഡന്റ് ആണ്. എനിക്കൊരു വലിയ ആക്സിഡന്റ് പറ്റിയായിരുന്നു. അപ്പം അതിനുശേഷം ഇടുന്ന 2-3 വീഡിയോകളിൽ ഒന്ന് മാത്രമാണിത്. എന്റെ അച്ഛന്റെ പുസ്തക പ്രകാശനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ട്രാവൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ. അപ്പം ട്രാവൽ വീഡിയോ അല്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കാണുക. ശരിക്കും ഈ വീഡിയോയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറുണ്ട്. സാധാരണ ഞാൻ അരമണിക്കൂർ വരെയൊക്കെ മാക്സിമം വീഡിയോ ഇടാറുള്ളൂ. 1 മണിക്കൂറുണ്ട് ഈ വീഡിയോ. സമയമുള്ള ആൾക്കാർ മാത്രം വന്ന് കാണുക. അച്ഛന്റെ ഒരു സുഹൃത്ത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് മരണപ്പെട്ടായിരുന്നു. അപ്പൊ അദ്ദേഹവും ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുന്നുണ്ട്. 2 വർഷം മുമ്പ് ഞാൻ എടുക്കുന്ന വീഡിയോ ആണിത്. 2 വർഷം മുമ്പ് എടുക്കുന്ന വീഡിയോ അന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. ഇത് പൂർണ്ണമായിട്ടും കണ്ടാലേ ഇത് നിങ്ങൾക്ക് അതിന്റെ ഐഡിയോളജി പിടികിട്ടുള്ളൂ. അപ്പൊ ഇതിനകത്ത് കുറെ അധികം കാര്യങ്ങളുണ്ട്. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ ഇടണം എന്നുള്ള ചിന്തയിലോ ഒന്നും അല്ല ഈ വീഡിയോ അന്ന് എടുത്തത്. അപ്പൊ അങ്ങനെയുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വീഡിയോ എടുത്തതിനകത്ത് കുറെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ വീഡിയോ എടുത്ത പ്രശ്നങ്ങളൊക്കെ അത് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് പൂർണ്ണമായിട്ട് കണ്ടാൽ മാത്രമേ അറിയാം. അതായത് ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടാൽ മാത്രമേ ഈ വീഡിയോയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ഉദ്ദേശം നിങ്ങൾക്ക് പിടികിട്ടുള്ളൂ. അപ്പം സമയമുള്ള ആളുകൾ മാത്രം വീഡിയോ കാണാൻ വേണ്ടി ഇരിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ VP ഗോപാലകൃഷ്ണൻ നായർ, തമ്പലക്കാട്. ഞാൻ 4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ 4ാമത്തെ പുസ്തകമായ ഓർമ്മകളിലേക്കൊരു പദയാത്ര എന്ന പുസ്തകത്തിന്റെ പ്രകാശനം 2024 ഏപ്രിൽ മാസത്തിലാണ് നടന്നത്. അതിന്റെ പ്രകാശനം തമ്പലക്കാട് 842 നമ്പർ NSS കരയോഗ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. 2024 ഏപ്രിൽ 7-ാം തീയതിയാണ് അതിന്റെ പ്രകാശന കർമ്മം നടന്നത്. അന്ന് പുസ്തക പ്രകാശനം നടത്തിയത് അന്ന് പൂഞ്ഞാർ MLA ആയിരുന്ന ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, അഡ്വക്കേറ്റ് ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അവറുകളായിരുന്നു. അന്ന് ആ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലെ മെമ്പറായിട്ടുള്ള ശ്രീമതി അമ്പിളി ഉണ്ണികൃഷ്ണനായിരുന്നു. അന്ന് ആ പ്രകാശന കർമ്മത്തിൽ പുസ്തക പരിചയപ്പെടുത്തൽ നടത്തിയത് മാങ്ങാനം KE കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പൽ കൂടിയായിട്ടുള്ള ഡോക്ടർ ബ്രിജിറ്റ് പോൾ അവറുകളായിരുന്നു. ഈ പുസ്തകത്തെ പറ്റിയുള്ള മുഖ്യ പ്രഭാഷണം നടത്തിയത് ദേശാഭിമാനി ജനറൽ മാനേജർ കൂടിയായിട്ടുള്ള ശ്രീ KJ തോമസ് അവറുകളായിരുന്നു. അന്നത്തെ യോഗത്തിൽ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ VP ഇസ്മയിൽ, അതുപോലെ തമ്പലക്കാട് മഹാളിവാറ ദേവീക്ഷേത്രത്തിന്റെ ദേവസ്വം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ R രാജു കടക്കയം, റിട്ടയർഡ് ടീച്ചർ കൂടിയായിട്ടുള്ള ശ്രീമതി ഷീലകുമാരി പുത്തൂർ, KSRTCയിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീ S പ്രദീപ് ശങ്കരമംഗലം, അതുപോലെ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീ MR ഗോപാലകൃഷ്ണൻ നായർ മാടത്താനിൽ തുടങ്ങിയവർ ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു. വളരെ വിപുലമായ രീതിയിൽ, വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട ആ യോഗത്തിൽ ഏകദേശം 2 മണിക്കൂർ സമയത്തോളം ആ പരിപാടി നീണ്ടുപോയിരുന്നു. ഇപ്പോൾ നമ്മൾ അന്ന് നടത്തിയ ആ പ്രകാശന കർമ്മം നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ മാത്രമാണ് നമുക്ക്, അന്ന് അത് ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് അന്ന് പുസ്തക പ്രകാശനം നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ മാത്രമാണ് നമ്മൾ ആ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ഒരു വീഡിയോ ആയിട്ട് യൂട്യൂബിൽ കൂടി അപ്ലോഡ് ചെയ്യുന്നത്. അന്ന് അത് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ പലതും ഉണ്ടായിരുന്നു. ഞാൻ അതിനെപ്പറ്റിയൊന്നും ഇപ്പം കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. നമ്മുടെ എല്ലാ പരിപാടികളും എപ്പോഴും അത് നടക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രകാശന കർമ്മമൊക്കെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ മാത്രം നമുക്ക് വളരെ താമസിച്ചു പോയി. എല്ലാവരും അതിനോട് ക്ഷമിക്കണമെന്നുള്ള ഒരിക്കൽ പറയുന്നു. അതുപോലെ നമ്മുടെ ആ അന്നത്തെ പരിപാടി ഇപ്പോൾ 2 മണിക്കൂറുള്ള ആ പരിപാടി നമ്മൾ ഏകദേശം 1 മണിക്കൂറായിട്ടാണ് യൂട്യൂബിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ആ മുഴുവൻ പ്രസംഗങ്ങളും
അതിൽ വന്നിട്ടുള്ള പ്രസംഗങ്ങൾ കേൾക്കുകയാണെങ്കിൽ പുസ്തകത്തെ പറ്റിയുള്ള അവരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ആ പുസ്തകം വായിക്കുന്നതിലേക്ക് നിങ്ങൾക്കൊരു പ്രചോദനമാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ അന്നത്തെ ആ പ്രകാശന കർമ്മത്തിൽ നമ്മുടെ തമ്പലക്കാട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കുറ്റിമാക്കലെ എസ് പ്രദീപ് കുമാർ, അദ്ദേഹം ആ പ്രകാശന കർമ്മങ്ങളിൽ സജീവമായിട്ട് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിനുള്ള ഒരു ആദരാഞ്ജലിയും കൂടിയായിട്ട് ഈ യൂട്യൂബ് പ്രകാശന ഇതിൻ്റെ പരിപാടിയെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ഈ പരിപാടി പൂർണ്ണമായിട്ട് 1 മണിക്കൂറോളം ഉള്ള ഇതിൻ്റെ പരിപാടി കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അതിലന്ന് പ്രസംഗത്തിൽ നമ്മുടെ പുത്തൂരെ ശീലകുമാരി ടീച്ചറിൻ്റെ പ്രസംഗവും അതുപോലെ MR ഗോപാലകൃഷ്ണൻ നായർ അടുത്താനുള്ള അവരുടെ പ്രസംഗമൊന്നും നമുക്ക് ഈ യൂട്യൂബിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ചില സാങ്കേതിക കാരണങ്ങൾ അത് എടുത്ത് ചേർക്കാൻ കഴിയുന്നില്ല. എല്ലാവരും അത് ഈ പുസ്തക പ്രകാശന കർമ്മം അന്നത്തെ വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാകും, വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പുസ്തക പ്രകാശന ചടങ്ങായിരുന്നു അത്. ഒരുപക്ഷെ തമ്പലക്കാട്ട് അങ്ങനെ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് നടന്നിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ആദ്യാവസാനം കാണണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പം അച്ഛൻ എഴുതിയിട്ടുള്ള 3 പുസ്തകം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് 3 പുസ്തകങ്ങൾ. 2 PSC ജനറൽ നോളജിന്റെ പുസ്തകവും പിന്നെ ഒരു കേരളത്തിലെ 61 സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞ് 3ാമതൊരു പുസ്തകം കൂടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 3 പുസ്തകത്തിന്റെ പ്രകാശനത്തിന് എനിക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അപ്പം 4ാമത്തെ പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഇന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ഈ 4ാമത്തെ പുസ്തകത്തിന്റെ പ്രകാശനം ബഹുമാന്യനായിട്ടുള്ള അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തങ്ങ സാറാണ് ഇതിന്റെ പുസ്തക പ്രകാശനം നടത്തുന്നത്. നമ്മുടെ ഇവിടുത്തെ കരയോ കെട്ടിടത്തിൽ വെച്ചിട്ടാണ് ഇതിന്റെ പുസ്തക പ്രകാശനം. അപ്പൊ നമുക്ക് നേരെ പുസ്തക പ്രകാശനത്തിന്റെ ചടങ്ങുകളിലേക്ക് പോവാം. അതിന് മുന്നോടിയായിട്ട് വേറൊരു സംഭവം കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് അച്ഛന്റെ പുസ്തകങ്ങളുടെ എല്ലാം കലവറ കേട്ടോ. അപ്പൊ ഇതാണ് അച്ഛന്റെ പുസ്തകങ്ങളുടെ എല്ലാം ഒരു കളക്ഷൻ കേട്ടോ. ഇതൊരു ചെറിയ കളക്ഷൻ മാത്രമാണ്. ഒരു റൂം മുഴുവനായിട്ട് നമ്മുടെ വീടിന്റെ മേളിൽ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഇതുണ്ടല്ലേ, ഈ മാറ്റി വിരിച്ചിട്ട് പുസ്തകങ്ങൾ ഇവിടെ അടുക്കി വെച്ചേക്കുകയാണ്. അപ്പൊ ഈ പുസ്തകത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഒരു ദിവസം അച്ഛനെയും കൂടെ കൂട്ടി നിർത്തിയിട്ട് നമുക്ക് എടുക്കുന്നതായിരിക്കും. അപ്പം ഇതിനെക്കുറിച്ച്, ഈ പുസ്തകങ്ങളെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് അച്ഛനുള്ള ഒരു സമയത്ത് നമ്മൾ ഉറപ്പായിട്ട് ഈ പുസ്തകങ്ങളുടെ എല്ലാം വീഡിയോ നമ്മൾ ഒന്നുകൂടെ എടുക്കുന്നതായിരിക്കും. ഇതാണ് ഒരു പുസ്തകം ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇത് നാടകം. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നെ കൃപ ചൊരിയണമേ. കൂടിലൂടുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. നാടകവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കൂട്ടുകാരെ, തമ്പലക്കാടിന്റെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളും അതേപോലെ തന്നെ വളരെ സരസമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ടീച്ചറെ ഡോക്ടർ പ്രദീപ് പോൾ അവരുടെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ആ കരുതലും ഇപ്പോഴും നിലനിർത്തുകയും ചെയ്യുന്ന നമ്മുടെ ബഹുമാന്യനായ ശ്രീ KJ തോമസ് അവരുടെ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം.
ക്ഷേത്രത്തിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്നേഹം ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഈ ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന രാജേട്ടനെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഇനി സ്വാഗതം ആശംസിക്കാനുള്ളത് ശ്രീ എസ് പ്രദീപ് ശങ്കരമംഗലം. നമ്മളെല്ലാവരും ബൈജു എന്ന് വിളിക്കും. ബൈജുവിനെ സംബന്ധിച്ച് തമ്പലക്കാട്ട് ഏത് കാര്യം ഉണ്ടായിരുന്നു, കുടിലും മുതൽ കൊട്ടാരം വരെയുള്ള എല്ലാ പതനങ്ങളിലും ഏത് ആവശ്യങ്ങളിലും ഒരു കുടുംബാംഗം എന്ന രീതിയിൽ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഇനി സ്വാഗതം ആശംസിക്കാനുള്ളത് ശ്രീ എം ആർ ഗോപാലകൃഷ്ണൻ അവരാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ നാട്ടുകാരാണ്, നമുക്ക് എല്ലാവർക്കും പരിചയനാണ്. അതേപോലെ തന്നെ നമ്മുടെ മുൻ പഞ്ചായത്ത് അംഗമാണ്. ഇപ്പോഴും എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു ആത്മാർത്ഥ കുടുംബ സുഹൃത്ത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു സ്റ്റാൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് അദ്ദേഹം എത്തിയപ്പോൾ ഒരു നല്ല ഗാനം ആരംഭിക്കുന്നത് ഞാൻ നമ്മുടെ ആശ്ചര്യപ്പെട്ടു. ഇത്രയും നല്ല രീതിയിൽ ഇത്രയും ഭംഗിയായിട്ട് ഗാനം അദ്ദേഹം ആരംഭിച്ചല്ലോ. അതിനുശേഷം ഒരു പരിപാടി വെക്കുമ്പോൾ തീർച്ചയായിട്ടും സാറിന് ഒരു ഗാനം നമുക്ക് വെക്കണം എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പരിപാടിയിൽ പെട്ടെന്ന് സാറിനെ കണ്ടുമുട്ടുകയും നമുക്ക് വേണ്ടി ഒരു ഗാനം ആരംഭിക്കാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ നമുക്ക് വേണ്ടി ഒരു മനോഹരമായ ഗാനം ആരംഭിക്കുന്നതിനും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കുചേരുന്നതിനായി എത്തിച്ചേർന്ന മുരളിച്ചേട്ടനെ, അതുപോലെ തന്നെ ഇവിടെ ഈശ്വര പ്രാർത്ഥന ആരംഭിച്ച 2 കുഞ്ഞുമക്കളെയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ കൂട്ടുകാരും നാട്ടുകാരുമായിട്ടുള്ള എല്ലാവരെയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഈ പുസ്തകങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ എഴുതാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ തമ്പലിക്കാട്ടിന് അഭിമാനിക്കാവുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ ഗോപാലകൃഷ്ണൻ. മുന്നോട്ടും ചേട്ടന് ഇതുപോലുള്ള നല്ല നല്ല പുസ്തകങ്ങൾ എഴുതാനായിട്ട് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഏതൊരു പ്രവർത്തനവും വിജയത്തിലേക്ക് വഹിക്കുള്ളൂ. അപ്പം അതിൽ നമ്മുടെ ഇവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും അതിനായിട്ട് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട്. അതിൽ ആ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ പരിപാടി തുടങ്ങിയോ? നന്നായി. എന്നാ വെച്ചാലേ അടുത്ത ഞായറാഴ്ച നിർവഹിക്കുകയാണ്. ആ പുസ്തകത്തെ കുറിച്ച് 2 വാക്ക് ഞാൻ പറഞ്ഞു. 2 വാക്ക് പറയുവാനായിട്ട് എത്തണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഉത്സവത്തിൻ്റെ തിരക്കൊക്കെ ഉള്ള കാരണം ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് വിശദമായിട്ട് വായിക്കാമെന്ന് പറഞ്ഞ് ഞാൻ മാറ്റിവെച്ച പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതെന്താണ് ഉള്ളടക്കമെന്ന് അറിയണമല്ലോ എന്ന് വെച്ച് അന്ന് വൈകിട്ട് തന്നെ ഞാൻ ആ പുസ്തകം എടുത്ത് ആദ്യത്തെയും അവസാനത്തെയും ചാപ്റ്റർ വായിച്ചാൽ ഒരു പുസ്തകത്തിൻ്റെ ഏകദേശ രൂപം പിടികിട്ടും. എടുത്ത് വായിച്ചു തുടങ്ങുമ്പോൾ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, 72ാമത്തെ പേജ് മുതൽ നടപ്പ് എന്ന ഒരു ചാപ്റ്ററാണ് അതിൻ്റെ അകത്തുള്ളത്. അതിൽ 77 പേജ് വായിച്ചിട്ടാണ് ഞാൻ നിർത്തിയത്. അതിൻ്റെ അകത്തെ സാഹിത്യമായിട്ടുള്ള മേന്മയോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിലടങ്ങിയിരിക്കുന്ന ഉള്ളടക്കങ്ങളോ ഒന്നുമല്ല എന്നെ ആകർഷിച്ചത്. ഞങ്ങളൊക്കെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ ചിലവഴിച്ച ഒരു ഗ്രാമത്തിൻ്റെ ആ പൂർവ്വകാലത്തിലേക്ക് ഞങ്ങളെയൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകുവാൻ തീർച്ചയായിട്ടും ശ്രീ വി.പി. ഗോപാലകൃഷ്ണൻ നായർക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഒരു ഗ്രന്ഥകാരൻ്റെ ഏറ്റവും വലിയ വിജയമാണ്. കാരണം
ഞാൻ വായിച്ചിട്ട് താത്തു വെക്കാതെ തന്നെ തീർത്ത 2-3 പുസ്തകങ്ങളുണ്ട്. അതിലൊന്ന് MGയുടെ നാലുകെട്ടായി. ഈ നാലുകെട്ട് തകർന്ന നായർ തറവാടുകളുടെ കഥ പറയുന്ന ഒരു പുസ്തകമാണ്. ഒറ്റയാൾ പട്ടാളമായി ആ മാധ്യമങ്ങൾക്കെതിരെ നെയ്യാറ്റിൻകര മുതൽ കാസർഗോഡ് വരെ ഒറ്റയ്ക്ക് സഞ്ചരിച്ചു. ഇതിനെല്ലാം ഉപരിയായിട്ട് എനിക്ക് പറയുവാനുള്ളത് അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ്. ഇവിടെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ 650 കിലോമീറ്റർ അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ മകനായ ദീപു കൂടെയുണ്ട്. ഓരോ യാത്രയും തുടങ്ങുമ്പോൾ അച്ഛനോടൊപ്പം ചെയ്യുകയും അതിനുശേഷം അച്ഛൻ്റെ അടുത്ത അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് മുകളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ദീപു ഇന്നത്തെ കാലത്ത് അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. അതുപോലെ തന്നെ ആ യാത്രയുടെ അവസാന ദിവസം ആ കുടുംബം ഒന്നടങ്കം അദ്ദേഹത്തോടൊപ്പം നടക്കുവാൻ തീരുമാനിച്ച് കാസർഗോഡ് അവരെല്ലാവരും കൂടിയാണ് നടന്നു പോയത്. ഇതിനിടയിൽ നിരവധി ആൾക്കാർ ഈ കാര്യത്തെ അഭിനന്ദിച്ചിട്ടുണ്ട്. എതിർപ്പുകൾ ഒരിടത്തൊന്നും ഉണ്ടായില്ല എന്നുള്ളത് തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഇതിനെതിരെയുള്ള പ്രതിഷേധം ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ്. എന്തായാലും വളരെയധികം പ്രമുഖരായ ആൾക്കാർ, ഇലക്ഷൻ സമയമാണ്, ഇവരുടെയൊക്കെ സമയത്തിന് ഭയങ്കര വിലയുള്ള സമയമാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും ഇതുപോലെയുള്ള ഓർമ്മക്കുറിപ്പുകൾ മാത്രമല്ല, അദ്ദേഹം ഒരു പുതിയ കഥകൾ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞു. അതും തീർച്ചയായും അതിലൊക്കെ ആ കഥകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രകാശന ചടങ്ങിൻ്റെ അധ്യക്ഷ ബഹുമാന്യയായ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി അമ്പളി ഉണ്ണികൃഷ്ണൻ, ഏറ്റവും ആദരണീയനായ മുഖ്യ പ്രഭാഷണം നടത്തുന്ന കാഞ്ഞിരപ്പള്ളിയുടെ മുൻ MLAയും ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ ജനറൽ മാനേജറുമായ സഖാവ് KJ തോമസ്, പ്രിയപ്പെട്ട തോമസ് ചേട്ടൻ, നമ്മുടെ പുസ്തകത്തെ പരിചയപ്പെടുത്തിയ മന്നാനം K കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ ബ്രിജിറ്റ് ഗോൾഡ് സാറ്, സ്വാഗതം ആശംസിച്ച ശ്രീമതി അനിത ഗോപാലകൃഷ്ണൻ, ബഹുമാന്യനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VP ഇസ്മായിൽ, ഞാൻ വരുമ്പോൾ സംസാരിച്ചുകൊണ്ട് വന്ന ആശംസകൾ അർപ്പിച്ചുകൊണ്ടിരുന്ന മഹാകാളിവാറ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാന്യനായ എൻ്റെ സ്നേഹിതൻ ശ്രീ R രാജു കടക്കയം, ബഹുമാന്യയായ ഗവൺമെൻറ് LP സ്കൂൾ ചെറുക്കളയുടെ റിട്ടയർഡ് ടീച്ചർ ശീലാകുമാരി ടീച്ചർ, സർവോപരി ഈ ചടങ്ങിന് തന്നെ കാരണക്കാരനായ സാംസ്കാരിക രംഗത്തും മറ്റ് പൊതുരംഗത്തും എല്ലാം നിറസാന്നിധ്യമായി നിൽക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സ്നേഹിതൻ, ഓർമ്മകളിലേക്കൊരു പദയാത്ര എന്ന പുസ്തകം പ്രകാശനത്തിന് സജ്ജമാക്കി രചയിതാവ്, ഗ്രന്ഥകർത്താവ് ശ്രീ VP ഗോപാലകൃഷ്ണൻ നായർ അവർ, മറ്റ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക രംഗത്തും സാമൂഹിക ജീവിത രംഗത്തുമെല്ലാം ഇന്ന് വലിയ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടമാണ്. ആ മാറ്റത്തെ ഒരുപക്ഷെ പുതുതലമുറയുടെയും കാലത്തിനനുസരിച്ചുള്ള ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെയും അടിസ്ഥാനത്തിലുമൊക്കെയുള്ള മാറ്റമെന്ന് നമുക്ക് വിവക്ഷിക്കുകയോ വിലയിരുത്തുകയോ ചെയ്യാമെങ്കിൽ പോലും ഒരു പൊതുപ്രവർത്തകൻ, ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ വിചാരിക്കുന്നത് അതൊരു നല്ല അഭിലഷണീയമായ മാറ്റമല്ല എന്നുള്ളതാണ്. ഞാനവിടെ കാണുന്ന ചില പോരായ്മകൾ, നമ്മുടെ ആളുകൾ തമ്മിലുള്ള ബന്ധവും സുദൃഢമായ സൗഹൃദവും ഇന്ന് കുറഞ്ഞു വരികയാണ്. വ്യക്തിബന്ധങ്ങൾക്കും സാമൂഹ്യ ബന്ധങ്ങൾക്കും ഇഴയടുപ്പം പഴയതുപോലെ ഇല്ല എന്നുള്ളത് സുഹൃത്ത് ബന്ധമാണെങ്കിലും രക്തബന്ധമാണെങ്കിലും എല്ലാ പ്രകാരത്തിലുള്ള ബന്ധങ്ങളിലും ആ ഒരു പോരായ്മ അല്ലെങ്കിൽ അതിൻ്റെ ആ ദൃഢതയും തീവ്രതയും ആഴവും എല്ലാം കുറഞ്ഞു വരുന്നത് നമുക്ക് അനുഭവവേദ്യമാകുന്നു. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നാം ഓരോരുത്തരും വ്യക്തിപരമായും ഒരു ജനസമൂഹം എന്ന നിലയിലും പുലർത്തേണ്ട കുറേയേറെ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായാണ് ഒരു സമൂഹം നല്ല നിലയിൽ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എങ്കിൽ മാത്രമേ
നമ്മെ ഒരു പരിഷ്കൃത സമൂഹം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയും. എങ്കിലേ നമ്മുടെ സാമൂഹ്യ ജീവിതം സമാധാനപൂർണമായും സ്വച്ഛന്തമായും മുന്നോട്ട് പോകുകയുള്ളൂ. ദൗർഭാഗ്യവശാൽ ഈ കാലഘട്ടത്തിൽ അത്തരം ആ ഒരു സാമൂഹ്യ ബോധത്തിന്റെ അല്ലെങ്കിൽ ആ മൂല്യവത്തായ ജീവിത സംസ്കാരത്തിന്റെ ഒരടിത്തറ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഓരോരുത്തരും അവനവനിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു പരിധിവരെ സ്വാർത്ഥതയുടെ പ്രതിരൂപങ്ങളായി ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും ഓരോ തുരുത്താവുകയാണ്. അപ്പൊ ആ നിലയിലുള്ള ഒരു സാമൂഹ്യ ജീവിതത്തിലെയും മനുഷ്യ ജീവിതത്തിലെയും ഒരു അപചയവും അപഭ്രംശവും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ അത് കേവലം ആധുനികതയുടെ പുതിയ രീതിയും സമീപനവും സവിശേഷതയും എന്നുള്ള നിലയിൽ തള്ളിക്കളയാതെ ശാസ്ത്ര പുരോഗതിയിലൂടെയും മറ്റ് എല്ലാ തരത്തിലുള്ള വളർച്ചയുടെയും നേട്ടങ്ങൾ നമ്മുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഉപയുക്തമാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ ഇത്തരത്തിലുള്ള നല്ല ഭാവങ്ങൾ അല്ലെങ്കിൽ നല്ല സമീപനങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുവാൻ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടത് നമ്മുടെ നാടിന്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ്. നാനാത്വത്തിലെ ഏകത്വമാണ് നമ്മുടെ ഐക്യത്തിന്റെ കാതലെന്ന് നമ്മുടെ രാഷ്ട്രശില്പികൾ പറഞ്ഞു വെച്ച ആ ഒരു വലിയ യാഥാർത്ഥ്യം. അപ്പൊ ആ വൈവിധ്യങ്ങൾ അത് മതത്തിന്റെ കാര്യത്തിലുണ്ട്, ജാതിയുടെ കാര്യത്തിലുണ്ട്, ഭാഷയുടെ കാര്യത്തിലുണ്ട്, വേഷത്തിന്റെ കാര്യത്തിലുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലുണ്ട്, ഭക്ഷണ രീതിയുടെ കാര്യത്തിലുണ്ട്, സംസ്കാരത്തിന്റെ കാര്യത്തിലുണ്ട്, പൈതൃകത്തിന്റെ കാര്യത്തിലുണ്ട്. എല്ലാ കാര്യങ്ങളിലുമുള്ള ആ വലിയ വൈവിധ്യത്തിനിടയിൽ നമുക്ക് ഒരേകത്വമുണ്ട്. അതാണ് നമ്മുടെ ദേശീയതയുടെ കാതൽ. അപ്പൊ ഞാനിതൊക്കെ ഇവിടെ സൂചിപ്പിച്ചത് ഒരു സാംസ്കാരിക വേദി എന്നുള്ള നിലയിലും ശ്രീ ഗോപാലകൃഷ്ണനെ പോലെ എല്ലാ അർത്ഥത്തിലും വലിയ കാഴ്ചപ്പാടുള്ള ഒരു പൊതുപ്രവർത്തകൻ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി വിരമിച്ച ഒരാൾ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള നിലയിലെല്ലാം ഒരു വ്യക്തിക്ക് എന്നുള്ളത് നമ്മുടെ നാടിന്റെ പൊതുധാരയെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വേദിയിൽ അത്തരം ചിന്തകൾ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ രൂപപ്പെടേണ്ടതും ഐക്യത്തിന്റെയും ആ പൊതുബോധത്തിന്റെയും നല്ല രീതിയിലുള്ള ധാരണയുടെയും നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആശയപരമായ തലങ്ങളിലാവണം നമ്മൾ വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയും അതിന്റെ അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ ബോധ്യപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് ദർശനങ്ങളും ആശയങ്ങളും അത് പാവപ്പെട്ടവന്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കുന്നതും സമൂഹത്തിൽ എല്ലാവരെയും തുല്യ നിലയിൽ കാണുന്നതാണ്, അതാണ് ശരിയെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സ്വാഭാവികമായും ആ വിശ്വാസ പ്രമാണത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, എന്നാൽ അന്ധമായ ഒരു വിശ്വാസം, അതിന് വിരുദ്ധമായി എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ കണ്ണുമടച്ച് കണ്ണും കൂട്ടി എതിർക്കുന്ന അന്ധമായ രാഷ്ട്രീയ വിധേയത്വത്തിന്റെ ആളല്ല അദ്ദേഹം. എന്നാൽ താൻ ശരിയെന്ന് തനിക്ക് തോന്നിയ ബോധ്യങ്ങൾ, ആ ബോധ്യങ്ങൾ സ്വന്തം മനസാക്ഷിയെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് ന്യായീകരണങ്ങളുണ്ട്. ആ ന്യായീകരണങ്ങൾ തികച്ചും ശരിയെന്ന ബോധ്യത്തിൽ ജീവിതത്തിൽ ആ കാഴ്ചപ്പാടുകൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രീ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കൊരു 10-25-30 വർഷത്തെ പരിചയം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. ആ പരിചയം എന്ന് പറയുന്നത് ഞാനൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എന്റെ ജീവിതത്തിന്റെ ഒരു പ്രവർത്തന മേഖല കോടതിയും നിയമപരമായ മേഖലകളും. ആ കാലഘട്ടത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ കോടതിയിൽ നീതിന്യായ സംവിധാനത്തിന്റെ ഭാഗമായി ജുഡീഷ്യറിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ പലപ്പോഴും ജുഡീഷ്യറിയിലെ ഉദ്യോഗസ്ഥന്മാർ മറ്റു ചില സംവിധാനങ്ങളിലെ ഉദ്യോഗസ്ഥരിൽ നിന്നും കുറച്ച് വ്യത്യസ്തരായിരിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ആ വ്യത്യസ്തരായിരിക്കേണ്ടത് മറ്റൊന്നുമല്ല, അവിടെ വിശകലനം ചെയ്യപ്പെടുന്നത് നീതിയും നിയമപരിപാലനവും നിയമവാഴ്ചയുമാണ്. അവിടെ മുഖം നോക്കാതെ, നമുക്കറിയാം നീതി ദേവത കണ്ണുകെട്ടിയാണ് നിൽക്കുന്നത്. തന്റെ മുമ്പിൽ വിധിക്കപ്പെടുവാനായിട്ട് തീർപ്പിന് വേണ്ടി വരുന്നവന്റെ മുഖം നോക്കാതെ നടപടി ഉണ്ടാവണം എന്നുള്ള വലിയ സന്ദേശമാണ് മൂടപ്പെട്ട നീതി ദേവത നമുക്ക് നൽകുന്നത്. ആ നീതി ദേവതയുടെ ആ കാഴ്ചപ്പാടിന്റെ ആ പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നവരാവണം ഒരുപോലെ അഭിഭാഷകരും ജുഡീഷ്യൽ ഓഫീസേഴ്സും ജുഡീഷ്യൽ ഓഫീസേഴ്സിന്റെ സബോർഡിനേറ്റ് സ്റ്റാഫും. അപ്പൊ ആ അന്തസത്തയോട് പൂർണ്ണമായും നീതി പുലർത്തുവാൻ കഴിഞ്ഞിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. മാധ്യമരംഗത്തെ നൈതികതയ്ക്ക് വേണ്ടി, ധാർമ്മികതയ്ക്ക് വേണ്ടി യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇന്ന് അത് വളരെയേറെ പ്രസക്തം. ഞാനത് വല്ലാതെ വിശദീകരിക്കുന്നില്ല. വല്ലാതെ വിശദീകരിച്ചാൽ അതിന് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതിനുള്ള ഒരു വേദിയല്ല ഇതെന്നുള്ളത് എനിക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് അതിന്റെ വല്ലാതെ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നു. ഏതായാലും പത്രങ്ങളെ
നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നിർവചിക്കപ്പെടുന്നത്, വിവക്ഷിക്കപ്പെടുന്നത് ദി ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ്. എന്താ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? ജനാധിപത്യത്തിന്റെ 4ാമത്തെ തൂണ്. നമുക്കറിയാം, ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു സംരംഭം, ഒരു ബിംബം ഉയർന്നു നിൽക്കണമെങ്കിൽ അതിന് 4 തൂണുകൾ വേണം. ആ 4 തൂണുകളിൽ ഒന്നേതാണ് ജനാധിപത്യത്തിൽ? ഒന്ന് ജുഡീഷ്യറി, അതായത് ഗോപാലകൃഷ്ണനടക്കം പ്രവർത്തിച്ച, ഞാനടക്കം പ്രവർത്തിച്ച നീതി വാഴ്ചയുടെ കോടതി അടക്കമുള്ള സംവിധാനം. 2 ലെജിസ്ലേച്ചർ. ഇപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ അംഗീകാരത്തിന് വിധേയമായി അവർ അംഗീകരിച്ചത് കൊണ്ട് ഞാനടക്കം പ്രവർത്തിക്കുന്ന, മുമ്പ് നമസ്കാരനടക്കം പ്രവർത്തിച്ചിരുന്ന നിയമസഭയും നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ്, ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പാർലമെന്റും, അതാണ് ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ സഭ. ഇപ്പൊ 1 നിയമനിർമ്മാണ സഭ, 2 നീതിന്യായ നിർവഹണ സംവിധാനം കോടതി, 3 എക്സിക്യൂട്ടീവ്. ഇതെല്ലാം നടപ്പിലാക്കുന്നത്, നിർമ്മിക്കുന്ന നിയമങ്ങളാണെങ്കിലും കോടതികൾ എടുക്കുന്ന വിധി പ്രസ്താവനകളാണെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളാണെങ്കിലും എല്ലാം നടപ്പിലാക്കുന്നത് ആരാണ്? ഉദ്യോഗസ്ഥന്മാർ. ക്യാബിനറ്റ് സെക്രട്ടറിമാർ മുതൽ ചീഫ് സെക്രട്ടറിമാർ മുതൽ ഇങ്ങേയറ്റം ഓഫീസ് അറ്റൻഡർമാർ വരെ അടങ്ങുന്ന വലിയൊരു ശൃംഖല നമ്മുടെ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ വീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് എക്സിക്യൂട്ടീവ്. അപ്പോ ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും കഴിഞ്ഞാൽ ജനാധിപത്യത്തിന് 4ാമതൊരു തൂണുണ്ട്. ആ തൂണെന്ന് പറയുന്നത് മുഴുവൻ ജനങ്ങളുടെയും ആശയ അഭിലാഷങ്ങൾ സത്യത്തിന്റെയും നീതിയുടെയും ശരിയുടെയും പക്ഷത്ത് നിന്നുകൊണ്ട് അത് ശരിയായ അർത്ഥത്തിൽ പുറപ്പെടുവിപ്പിക്കുന്ന, പ്രതിഫലിപ്പിക്കുന്ന ആ സംവിധാനത്തിനെ ആകെ മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങളുടെ രംഗത്ത് നിന്ന് വല്ലാത്ത അപജയം, വല്ലാത്ത പുഴുക്കുത്തുകൾ, പക്ഷങ്ങളില്ല എന്ന് പറയുന്ന ഓരോ മാധ്യമവും ഏതെങ്കിലും പക്ഷത്താണ് നിൽക്കുന്നത്. ഒന്നുകിൽ രാഷ്ട്രീയമായ പക്ഷപാതം, അല്ലെങ്കിൽ മതപരമായ പക്ഷപാതം, ഇല്ലെങ്കിൽ സാമ്പത്തിക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പക്ഷപാതം, അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ വ്യത്യസ്തതകളുടെ അടിസ്ഥാനത്തിലുള്ള പക്ഷപാതം. ആ പക്ഷപാതങ്ങൾ, അതിനെല്ലാ സീമകളും, അതിനൊക്കെ ഒരു ലക്ഷ്മണ രേഖയുണ്ട്. ആ ലക്ഷ്മണ രേഖ ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് ലംഘിക്കപ്പെട്ട് അനുദിനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സ്ഥിതി. ആ സമയത്ത് നമ്മൾ ഒന്നാകെ സ്വരമുയർത്തേണ്ട ഒരു കാര്യം, ഈ രാജ്യത്തെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യവും മതനിരപേക്ഷതയും കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഒരേപോലെ സ്വരമുയർത്തേണ്ട ഒരു കാര്യത്തിന് ഗോപാലകൃഷ്ണൻ ഒറ്റയാൾ പട്ടാളമായി, ഒറ്റയാൻ പോരാട്ടമായി കേരളത്തിന്റെ മനസാക്ഷിയെ ഉണർത്താൻ തെക്ക് വടക്ക് കിടക്കുന്ന കേരളം പരശുരാമൻ കഴിവെറിഞ്ഞ് സൃഷ്ടിച്ചു എന്ന് നാം വിശ്വസിക്കുന്ന കാസർഗോഡ് മുതൽ പാറശാല വരെ നീണ്ടു നിവർന്ന് ദീർഘമായി കിടക്കുന്ന ഈ കേരള സംസ്ഥാനത്ത് ഒറ്റയാൾ പോരാട്ടമായി കേരളത്തിന്റെ മനസാക്ഷിയോട് തന്റെ മനസാക്ഷിയിൽ നിന്ന് ഉയർന്ന ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പദയാത്ര നടത്തിയെങ്കിൽ ആ വലിയ കാഴ്ചപ്പാടിനെയും ആ വലിയ ഈ നാടിനോടുള്ള പ്രതിബദ്ധതയും അദ്ദേഹത്തിന്റെ ഉദാത്തമായ ചിന്തകളെയും നാം എത്രമാത്രം ആദരിച്ചാലും മതിയാവില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊന്നും പറയുന്നത് ഗോപാലകൃഷ്ണനെ അങ്ങ് പുകഴ്ത്തി സന്തോഷിപ്പിക്കുക എന്നുള്ള ഏതെങ്കിലും ഒരു സങ്കുചിത കാഴ്ചപ്പാട് കൊണ്ടല്ല. ഒരു ജനപ്രതിനിധി എന്നുള്ളതിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ശരിയുടെ പക്ഷത്ത് ആരെങ്കിലും അതിനുവേണ്ടി ഒറ്റയാനായിട്ടാണെങ്കിലും ആളുകളെ കൂട്ടിയാണെങ്കിലും നിലകൊണ്ടാൽ അയാളെ പിന്തുണയ്ക്കണമെന്നുള്ള ധാർമ്മിക ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ആ നിലയിൽ നമ്മുടെ നാടിന്റെ മനസാക്ഷിയെ ഉണർത്താൻ, നമ്മുടെ നാടിന്റെ അരുതായികൾക്കെതിരെ മാനുഷാദ എന്ന് പറയാനുള്ള വലിയ ആർജവത്വമുള്ള മനുഷ്യനാണ് ഈ ഓർമ്മകളിലേക്കുള്ള ഒരു പദയാത്ര എന്നുള്ള ഗ്രന്ഥകർത്താവിന്റെ എന്റെ ദീർഘകാല സ്നേഹിതനായ ശ്രീ ഗോപാലകൃഷ്ണൻ നായർ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്തരം ഗ്രന്ഥങ്ങൾ നമ്മുടെ പുതുതലമുറ വായിക്കണം. പുതുതലമുറയ്ക്ക് ഇപ്പോഴത്തെ ലോകമേ അറിഞ്ഞുകൂടൂ. കമ്പ്യൂട്ടറിന്റെ മുന്നിലിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്ത് ഒരുപാട് അരുതായികളുമുണ്ട്, ഒരുപാട് പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങളുമുണ്ട്. അതിനകത്ത് ഓരോരുത്തരും അവരവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് അഭിരമിക്കുകയാണ്. അവിടെ നമ്മൾ ആ ഒരു ഇന്റർനെറ്റിന്റെ ലോകമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിലുള്ളത്. അവർക്ക് വ്യക്തികൾ പ്രശ്നമല്ല, അവർക്ക് അച്ഛനും അമ്മയും പ്രശ്നമല്ല. ആയിരിക്കണം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്നുള്ള ശരിയായ കാഴ്ചപ്പാടോടുകൂടി ഉറച്ച ചുവടുവെപ്പോടെ മുന്നോട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇന്നത്തെ പുതിയ തലമുറ, രാഷ്ട്രീയക്കാരെ മൊത്തത്തിൽ പുതിയ തലമുറയ്ക്ക് ഒരു പൊതുവികാരം, അവരെല്ലാം കുഴപ്പക്കാരാണ്, മോശക്കാരാണ് എന്നുള്ളതാണ്. അതിന്റെ ന്യായാന്യായങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയുടെ അവിഭാജ്യമായ ഘടകമാണ്.
അവ സ്വാഭാവികമായും നമ്മളെല്ലാവരും വിവേചന ബുദ്ധിയോടെ അത് വിശകലനം ചെയ്ത് അതിനകത്തൊക്കെ ശരിയോടൊപ്പം നിൽക്കാനും ജനാധിപത്യ വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും ആശയപരമായ വിനിമയം കൊണ്ടും വിശകലനം കൊണ്ടും ശരിയായ രീതി നമ്മുടെ നാട്ടിൽ ഭരണ സംവിധാനത്തിലടക്കം എല്ലായിടത്തും നിലനിൽക്കുന്നു നിലനിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ബാധ്യതയുള്ള നമ്മൾ ഓരോരുത്തരും അതിനുള്ള നമ്മുടെ പ്രായോഗിക മാർഗം എന്താണ്? രാഷ്ട്രീയ പ്രവർത്തനവും ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗവാഹിത്വമാണ്. അപ്പൊ അതിനകത്തുണ്ടാവാൻ നമ്മുടെ നാടിന്റെ പഴയകാല നന്മകൾ തിരിച്ചറിയാൻ നമ്മുടെ നാടിനൊരു വലിയ ചരിത്രവും പാരമ്പര്യവും പൈതൃകവും കൊണ്ട് ഋഷിമാരുടെ കാലമുള്ള മഹത്തായ പൈതൃകം, ആ പൈതൃകത്തിന്റെ വേരുകളും അതിന്റെ ദൃഢതയും അതിന്റെ കരുത്തും അതിന്റെ ആത്മാംശവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തലമുറ വേണ്ടേ വീണ്ടും ഈ നാട്ടിൽ വളർന്നു വരാൻ. ദൗർഭാഗ്യവശാൽ അതിനൊന്നും കഴിയാതെ നമുക്കൊരു രീതിയും സമീപനവും മാറിപ്പോകുമ്പോൾ അതിൽ നിന്നൊക്കെ ശരിയുടെയും നന്മയുടെയും നീതിയുടെയും പക്ഷത്തിൽ ചിന്തിക്കാൻ സാമൂഹിക പ്രതിബദ്ധതയുള്ള സാമൂഹിക ബോധമുള്ള ചുറ്റുമുള്ളവന്റെ കണ്ണീര് കാണാനുള്ള കണ്ണുള്ള ഒരു സമൂഹത്തെ നമുക്ക് വളർത്തിക്കൊണ്ട് വരണം. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ല സമൂഹത്തെ കൈപിടിച്ചുയർത്താൻ ഏറ്റവും നല്ല ഉപകരിക്കുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്കുള്ള പദയാത്ര എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് ഇത് ഒരു ചെറിയൊരു ഗ്രന്ഥകാരൻ ഒരു ചെറിയ ഗ്രാമത്തിൽ തന്റെ പരിമിതമായ സാധ്യതകൾക്കുള്ളിൽ നിന്ന് രചിച്ചതാണെങ്കിലും ഇതിന്റെ പ്രസക്തി എന്ന് പറയുന്നത്, ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കേരളത്തിന്റെയും ഇന്ത്യയുടെയും വർത്തമാനകാല സാമൂഹ്യ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഗ്രന്ഥത്തിന് രൂപഭാവങ്ങൾ നൽകി നാടിന് സമർപ്പിച്ച പ്രിയപ്പെട്ട എന്റെ ദീർഘകാല സ്നേഹിതനായ ശ്രീ ഗോപാലകൃഷ്ണനെ അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും അദ്ദേഹത്തിന് അതിനുവേണ്ടുന്നുള്ള എല്ലാ പിന്തുണയും നൽകുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ സഹധർമ്മിണിയെയും കുടുംബാംഗങ്ങളെയും അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള സഹപ്രവർത്തകരെയും സ്നേഹിതരെയും ഒക്കെ കൂടി പ്രത്യേകമായി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് മഹനീയമായ മാതൃകാപരമായ പ്രസക്തിയുള്ള സാമൂഹിക പ്രസക്തിയുള്ള ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ച് എന്റെ വാക്കുകൾ ഞാൻ സംഭരിക്കുന്നു. ദിവസം പുസ്തകപ്രകാശനം ആദ്യ പ്രതി സ്വീകരിച്ച് പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായിട്ട് മാന്നാനം കെ കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ വിജിത് പോൾ ടീച്ചറിനെ ക്ഷണിക്കുന്നു. ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം 26 അധ്യായങ്ങളായിട്ട് ഈ പുസ്തകം ഉണ്ട്. ആ പുസ്തകത്തിൽ 21 അധ്യായങ്ങളിലും തന്നെ 26 വയസ്സിന് ഏകദേശം 3 അധ്യായങ്ങളിൽ മാത്രമാണ് 26 വയസ്സിന് ശേഷം ശരി സാറേ, ഓക്കെ, താങ്ക്സ്.
അദ്ദേഹം ഈ തമ്പലക്കാട് എന്ന് പറയുന്ന നാടിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് അതോടൊപ്പം തന്നെ തമ്പലക്കാട് എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ പേര് ലോകം മുഴുവൻ ഇന്ന് ഒരു പുസ്തകം ലോകം മുഴുവൻ പ്രചരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ അത്ര നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പുസ്തകം ലോകം മുഴുവൻ പ്രശസ്തമാകട്ടെ. അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം തന്നെ തമ്പലക്കാടും പ്രശസ്തമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം ഇത് പലരും പറഞ്ഞതാണെങ്കിലും എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അനിതയെയും മക്കളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം അസാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ അസാധാരണനായ മനുഷ്യന്റെ ഒപ്പം ചേർന്ന് സഞ്ചരിച്ച് അദ്ദേഹത്തിന് താങ്ങും തണലുമായി നിൽക്കുന്ന കുടുംബത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ ഒരു ചടങ്ങിൽ എന്നെ വിളിക്കുകയും 2 വാക്ക് സംസാരിക്കാൻ എനിക്ക് അവസരം നൽകുകയും ചെയ്ത ശ്രീ VP ഗോപാലകൃഷ്ണൻ ഇതിൻ്റെ സംഘാടകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. അടുത്തതായിട്ട് മുഖ്യപ്രഭാഷണത്തിനായിട്ട് ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ KJ തോമസ് സാറിനെ ക്ഷണിച്ചോളൂ. പ്രിയപ്പെട്ട ശ്രീ VP ഗോപാലകൃഷ്ണൻ നായർ, അധ്യക്ഷപദം അലങ്കരിക്കുന്ന അമ്പിളി ഉണ്ണികൃഷ്ണൻ, സഹോദരി സഹോദരന്മാരെ, ഗോപാലകൃഷ്ണൻ VP ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ 10-40 വർഷക്കാലത്തിനിടെ ഉള്ള പരിചയം അദ്ദേഹവുമായി അറിയിട്ടുണ്ട്. അദ്ദേഹം സർക്കാർ പദവിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ പരിചയപ്പെട്ടിരുന്നു. പരിചയപ്പെടാൻ കാരണം അദ്ദേഹം ഇടതുപക്ഷക്കാരനായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഞാനും കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് പരസ്പരം ആ ബന്ധം ആരംഭിച്ചത്. VP ഗോപാലകൃഷ്ണൻ സർക്കാർ സർവീസിൽ കോടതിയിൽ ശിരസ്താധാരായി 30 വർഷക്കാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുമ്പോൾ കുറേ സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അതിൽ ചില സത്യങ്ങൾ മാത്രം തമ്പലക്കാടിൻ്റെ ചരിത്രമാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹം ഒരു പുസ്തകരചന നടത്തിയിരിക്കുകയാണ്. സത്യസന്ധമായ കാര്യങ്ങൾ വളരെ ലളിതമായി ഈ പുസ്തകത്തിൽ കൂടി അവതരിപ്പിച്ചിരിക്കുക. ഇങ്ങനെ ഒരു പുസ്തകം വളരെ വിരളമാണ്. മലയാളത്തിലെ എത്രയോ പുസ്തകങ്ങൾ നമ്മളെല്ലാവരും വായിച്ചിരിക്കുന്നു. ജീവചരിത്രം പലരുടെയും വായിച്ചിട്ടുണ്ട്. നോവലുകളും കഥകളും കവിതകളും അതുപോലെ മറ്റ് ആഖ്യായികളും എല്ലാം നമ്മൾ വായിച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുസ്തകമാണ് VP ഗോപാലകൃഷ്ണൻ്റെ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പോഴാണ് എനിക്ക് പുസ്തകം കിട്ടിയത്. ഏതാണ്ട് 1.5-2 പേജ് മാത്രമേ വായിച്ചുള്ളൂ. തമ്പലക്കാടിൻ്റെ ചരിത്രം തൻ്റെയും കൂടെ ചരിത്രമാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളെ പറ്റിയുള്ള നിരീക്ഷണം നടത്തിക്കൊണ്ട് ആണ് നമ്മുടെ മുമ്പിൽ ആ പുസ്തകം വായിക്കാൻ അദ്ദേഹം തന്നിട്ടുള്ളത്. അപ്രിയ സത്യങ്ങൾ സാധാരണഗതിയിൽ വിളിച്ചു പറയാറില്ല. പക്ഷേ ഗോപാലകൃഷ്ണൻ അത് പറയാൻ യാതൊരു മടിയും. ചെറുപ്പകാലത്തെ കാര്യങ്ങൾ, വളർന്നു വന്ന സാഹചര്യങ്ങൾ, കുടുംബപരമായ പ്രാരബ്ധങ്ങൾ, കണ്ടുമുട്ടിയ വ്യക്തികൾ, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ വളരെ ലളിതമായി ഈ സത്യത്തിന് നിറം പിടിപ്പിക്കാതെ തന്നെ യഥാർത്ഥ സത്യം യഥാർത്ഥ രൂപത്തിൽ തന്നെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നുള്ളത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പം അദ്ദേഹം ഈ ഒറ്റയാൾ പോരാട്ടത്തെ പറ്റി പറഞ്ഞു. ആ സമയത്ത് ഞാനുമായി അദ്ദേഹം സംസാരിച്ച കാര്യം ഞാൻ ഓർക്കുക. ഞാനതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഒറ്റയ്ക്ക് അങ്ങനെ ഒരു യാത്ര വേണോ? ഞാൻ ഗോപാലകൃഷ്ണനോട് ചോദിച്ചു.
അപ്പോൾ ഈ മാധ്യമങ്ങളുടെ പ്രവർത്തനം അതൊക്കെ ശരിയാണ്. ഇദ്ദേഹം പറഞ്ഞ ആശയങ്ങൾ അന്ന് യാത്രയ്ക്ക് മുമ്പാണ് തോന്നുന്നു ഇദ്ദേഹവുമായി സംസാരിച്ചത്. ഞാനതിനോട് വിയോജിക്കാൻ കാരണം കൂട്ടായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് മാറ്റം വരുത്താൻ സാധിക്കുക. ഒരു വ്യക്തി വിചാരിച്ചാൽ അങ്ങനെ ഒരു സമരം നടത്തിയാൽ മാറ്റം വരണമെന്നില്ല. പക്ഷേ ലോകത്തെ ഇന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താം. നമ്മൾ മഹാത്മാഗാന്ധിയുടെ ഉദാഹരണം എടുത്താലും അദ്ദേഹം വീട്ടിൽ നിന്ന് പതുക്കെ ഒരു പദയാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം മാത്രമേ ഉള്ളൂ എല്ലാം പറഞ്ഞിരുന്നത്. അങ്ങനെ പറയാത്ത ചില മാധ്യമങ്ങൾ ബ്രിട്ടീഷുകാരോടൊപ്പം നിലയുറപ്പിച്ചിരുന്ന മാധ്യമങ്ങളുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, അങ്ങനെയുണ്ട്. എന്നാലും ഏതാണ്ട് 99.4% ഒരു അത്രയും മാധ്യമങ്ങൾ നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടണമെന്ന് ആഹ്വാനം ചെയ്തിരുന്ന മാധ്യമങ്ങളായിരുന്നു. അതിനുവേണ്ടിയുള്ള വാർത്തകളും അതിനുവേണ്ടിയുള്ള ഫോട്ടോകളും അതിനുവേണ്ടിയുള്ള ആശയങ്ങളെ പ്രചരിപ്പിക്കുകയായിരുന്നു മാധ്യമങ്ങളുടെ ഉദ്ദേശം. 47 മുമ്പ് 47 അങ്ങ് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ സ്വഭാവം മാറി. ഗോപാലകൃഷ്ണൻ നിരീക്ഷിച്ചിട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതാണ്ട് ഇന്ത്യയിലെ മിക്ക മാധ്യമങ്ങളും കുടുംബ വകയാണ്. ലക്ഷ്യം പണമുണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളെ നിരീക്ഷിച്ച് നോക്കുക. ഞാൻ അവയുടെ ഒന്നും പേര് പറയുന്നു. പ്രധാനപ്പെട്ട മിക്ക മാധ്യമങ്ങളും കുടുംബ വകയാണ്. പണമുണ്ടാക്കുകയാണ് ലക്ഷ്യം. അല്ലാതെ സനാതന ധർമ്മങ്ങളെപ്പറ്റി പ്രസംഗിക്കുകയല്ല, തെറ്റിനെപ്പറ്റിയും ശരിയെപ്പറ്റിയും കൃത്യമായി പറയുകയല്ല. ഏതെങ്കിലും കാര്യത്തോട് പക്ഷപാതപരമായി സംസാരിക്കുക, ഒരുപക്ഷെ അത് തെറ്റിന് അനുകൂലമായിരിക്കാം. പക്ഷേ ഒരു പത്രത്തിൽ വരുമ്പം അത് ശരിയാണ് എന്ന് വിശ്വസിച്ച് പോകും. ഇങ്ങനെ ഒട്ടേറെ തെറ്റിദ്ധാരണകൾ 47 ശേഷം 91 വരെ പത്രങ്ങൾക്ക് പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പണമുണ്ടാക്കിയാണ് ലക്ഷ്യം. എന്നാൽ അതിന് ശേഷം 91 ശേഷം മാധ്യമങ്ങൾ പിന്നെയും മാറി. അതിനേക്കാൾ ഭീകരമായ ഒരവസ്ഥയിലേക്ക് പോയി. 91 ശേഷം ഇപ്പം നമ്മൾ നിലവിലുള്ള ഈ കാലഘട്ടം അങ്ങനെയാണ്. ഏതാണ്ട് മാധ്യമങ്ങളെല്ലാം കോർപ്പറേറ്റവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. വലിയ വമ്പൻ കമ്പനികളുടെ വക്താക്കളായി മാറിയിരിക്കുകയാണ്. നമ്മൾ ഈ ആഗോളവൽക്കരണത്തെ പറ്റിയും ഗാട്ട് കരാറിനെ പറ്റിയും ലോകത്തിൻ്റെ മാറ്റം മറിച്ചിലുകളെ പറ്റിയൊക്കെ ധാരാളം പേര് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്നത് കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. വലിയ മാറ്റങ്ങൾ നമ്മുടെ ഗ്രാമത്തിലെ ആളുകളെ എല്ലാം ബാധിച്ചിട്ടുണ്ട് ഇല്ലേ? സാർവദേശീയമായി നമ്മുടെ രാജ്യം ഒപ്പിട്ടിട്ടുള്ള കരാറ് കൊണ്ട് നമ്മൾ തകർന്നു ഇല്ലേ? പഴയ കാലത്ത് നമ്മുടെ റബ്ബറിൻ്റെ കാര്യം എടുക്കാം. പഴയ കാലത്ത് എൻ്റെയൊക്കെ വളരെ ചെറുപ്പകാലത്താണ് റബ്ബർ നടാൻ തുടങ്ങി നമ്മുടെ പ്രദേശത്തിൽ. അത് പോയി നല്ല വിലയായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തു മാറ്റമാണ് ജനങ്ങൾക്കുണ്ടായത്. നമ്മുടെ ഈ കാഞ്ഞിരപ്പള്ളി മീനച്ചി താലൂക്കിലെ കേരളത്തിൻ്റെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലുള്ള കൃഷിക്കാരൊക്കെ രക്ഷപ്പെട്ടു. ഒരു അരേക്കർ സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു 75-80 മരങ്ങൾ, ഒരു 3-4-5 ഷീറ്റ് കിട്ടും. അത് മതി ആ കുടുംബത്തിന് ജീവിക്കാൻ. അപ്പം പൊതുവേ വന്നപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം, നല്ല വീട് കൊടുക്കും. ഒരു 75 കൊല്ലം അപ്പുറത്ത്, ഒരു 80 കൊല്ലത്തിനപ്പുറത്ത് ഓടിട്ട വീടുകൾ വളരെ കുറവാണ്. ഗോപാലകൃഷ്ണൻ സൂചിപ്പിക്കുന്നുണ്ടോ? ഓടിട്ട വീടും ഓലപ്പുരയും. ഓടിട്ട വീട് മുതലാളിയുടെ, ഓലപ്പുര പാവപ്പെട്ടവരുടെ. അങ്ങനെയാണ് താൻ കമ്മ്യൂണിസ്റ്റായത്. ആ നോട്ടത്തിൽ കൂടിയാണ് അത് പറയുന്നത്. അപ്പോൾ അങ്ങനെ പഴയ കാലം അങ്ങനെയാണ്. ആ കാലം ഒന്ന് മാറി. ആ കാലം മാറി. റബ്ബർ മേഖലയിൽ വലിയ മാറ്റമുണ്ടായി. വലിയ വില കിട്ടി. അനുഭവങ്ങൾ ബാല്യം മുതൽ കൗമാരവും യുവത്വവും കോടതിയിൽ നിന്ന് ശിരസ്ഥാറായി പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എഴുത്തുകാരനെയും ഗ്രന്ഥകാരനെയും സാഹിത്യകാരനെയും തേടിയെത്തുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഈ ഗ്രന്ഥത്തിൽ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിനെ നേരിട്ട് കണ്ട് സംസാരിച്ച കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ബേപ്പൂർ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിനെ കണ്ടിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഞാനും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ 1.25 മണിക്കൂർ നേരം അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള തൻ്റെ മനസ്സിലെ കാര്യങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറുമായി, ബഹുമാന്യനായ അഭിവന്ദ്യനായ വൈക്കം മുഹമ്മദ് ബഷീറുമായി അങ്ങോട്ട് പറയുകയും ഇങ്ങോട്ട് കുറേ കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരവസരം
എനിക്ക് തോന്നി തമ്പലക്കാട്, കാഞ്ഞിരപ്പള്ളി, നമ്മുടെ ഈ പ്രദേശത്തെല്ലാം ഒരു 1.25 മണിക്കൂർ വൈക്കം മുഹമ്മദ് ആശയവിനിമയം നടത്തിയിട്ടുള്ള ഒരാൾ നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടാവില്ല. അപ്പോൾ വിജ്ഞാനത്തോടുള്ള അത്യധികമായ ആഗ്രഹത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. കോഴിക്കോട് ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോവുകയും ആ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നും ബേപ്പൂർ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാൻ പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യം കൂടി അത് പറയുന്നു. എൻ്റെ ബാല്യകാലത്തെ എന്തൊക്കെയായിരുന്നു കളികൾ, വിനോദം എന്തൊക്കെയായിരുന്നു എന്നതിനെ സംബന്ധിച്ച് വളരെ പച്ചയായി ഇതിനകത്ത് ചിത്രീകരിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. ഗ്രന്ഥകർത്താവ് തൻ്റെ ബാല്യകാലം, ആ ബാല്യകാലത്ത് തന്നെ തൻ്റെ കൂട്ടുകാർ, തൻ്റെ ചുറ്റുപാട്, തൻ്റെ പ്രിയപ്പെട്ട ഗ്രാമം, തമ്പലക്കാടെന്ന പ്രിയപ്പെട്ട ഗ്രാമം, കേരളം എന്ന എൻ്റെ സംസ്ഥാനം, ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം, ഇത്തരം കാര്യങ്ങളിലേക്കാണ്. സ്വന്തം പ്രദേശത്ത് നിന്നാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഗ്രന്ഥകാരൻ ചിത്രീകരണത്തിലൂടെ ഈ പുസ്തകത്തിലൂടെ വരച്ചു കാട്ടുന്നു. അത് തീർച്ചയായും. പിന്നെ അപരിചിതയായ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. അനുദിക്കത് അറിയാവുന്നറിയില്ല പുസ്തകത്തിൽ. ഇന്നും ആ അപരിചിതയായ സ്ത്രീയെ സംബന്ധിച്ച് ആരാണ് എന്ന് ഒരു പ്രാവശ്യം വഴി ചോദിച്ച്, ഒരു ഓഫീസ് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇന്നിടത്താണ് ഓഫീസ് എന്ന് പറഞ്ഞു. വീണ്ടും പല ആളുകളും നിന്നിട്ട് ആ ആളുകളുടെ ഇടയിൽ നിന്ന വി.പി. ഗോപാലകൃഷ്ണനെ കണ്ടിട്ടാണ് ആ വനിത അല്ലെ സ്ത്രീ വഴി ചോദിക്കുന്നത്. ആ വഴി ചോദിച്ചിട്ട് പോകുന്നു. അവരെക്കുറിച്ച് ഒരു അനുസ്മരണം ഇതുണ്ട്. ആരാണ് എന്ന് അറിയത്തില്ല. പക്ഷേ ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ എൻ്റെ അടുത്ത് വന്ന് വഴി ചോദിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് ഗോപാലകൃഷ്ണൻ ഇപ്പോൾ അറിയത്തില്ല, എനിക്കും മനസ്സിലാകുന്നില്ല, അനിതയ്ക്കും മനസ്സിലാകുന്നില്ല, ആർക്കും മനസ്സിലാകാത്ത ഒരു ചോദ്യം അതിനകത്ത് അവശേഷിച്ചിട്ടുണ്ട്. അതാണ് പ്രശ്നം. നമുക്ക് ഇതിനെ അന്വേഷിച്ച് പിടിക്കേണ്ടതാണ്. എൻ്റെ ഒരു അഭിപ്രായമാണ്. അന്വേഷിച്ച് പിടിക്കുന്നതിലൂടെ പുതിയൊരു ഗ്രന്ഥം രചിക്കാൻ പറ്റുന്ന രീതിയിൽ ഗ്രന്ഥകർത്താവിന് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നതുകൂടി പരീക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് അന്വേഷിച്ച് പിടിക്കണം എന്ന് ഞാൻ സൂചിപ്പിച്ചത്. അത് പിന്നീട് കണ്ടിട്ടുണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തുകൊണ്ടും ഏറ്റവും ലളിതമായ നല്ല മലയാള ഭാഷ, ലളിതമായ മലയാള ഭാഷയിൽ ഭംഗിയായി രചിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഇത്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഈ ഗ്രന്ഥം തുടർന്ന് ഓർമ്മകളിലേക്കൊരു പദയാത്ര എന്ന തൻ്റെ 4ാമത്തെ പുസ്തകം ഇവിടെ രചിക്കുമ്പോൾ 5ാമത്തെ പുസ്തകത്തിലേക്കും 6ാമത്തെ പുസ്തകത്തിലേക്കും അനവധി പുസ്തകങ്ങൾ രചിക്കുവാനുള്ള, അതിൻ്റെ ആകെ ഒരു ഗ്രന്ഥകർത്താവായി മാറുവാൻ, അതിലൂടെ തൻ്റെ സമൂഹത്തിന് തനിക്ക് നൽകുവാൻ പറ്റുന്ന സംഭാവനകൾ എന്തൊക്കെ, ആ സംഭാവനകൾ പരമാവധി ചെയ്യുവാൻ ഉള്ള പരിശ്രമം കൂടി ഗ്രന്ഥകർത്താവ് തുടർന്നുള്ള ഗ്രന്ഥരചനയിലൂടെ നടത്തണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് പ്രദീപ് ശങ്കരമന്ദിരം അവരെ ക്ഷണിച്ചോളൂ. ബഹുമാന്യായ യോഗാധ്യക്ഷ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും സാദര നമസ്കാരം. വിശദമായ സംസാരത്തിൻ്റെ ഒരു കാര്യമില്ല ഇനി. കാരണം ആമുഖം ആയി രാജ്യചേട്ടൻ തുടങ്ങി വെച്ചത് പക്ഷേ ഐഡൻറ്റിറ്റീസ് വരെ എത്തിയപ്പോൾ ഏതാണ്ട് പുസ്തകത്തിൻ്റെ പൂർണ്ണമായ രൂപം നിങ്ങൾ ആരും ഈ പുസ്തകം ആരുമല്ല, കുറേ ചുരുങ്ങിയ ആൾക്കാരെ വായിച്ചിട്ടുള്ളതെങ്കിലും ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെ പറ്റി ഒരു ഏതാണ്ടൊരു അവബോധം നമ്മളെല്ലാം ഉണ്ടായിട്ടുണ്ടാവും. അതിലേറ്റവും പ്രധാനമായിട്ട് ആ പുസ്തകത്തെ പരിചയപ്പെടുത്തിയ ടീച്ചർ വളരെ ഭംഗിയായിട്ട് തന്നെ അത് ടീച്ചർ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ വ്യക്തമായിട്ട് പഠിക്കുകയാണ് ചെയ്തത്, പഠിച്ചിട്ട് തന്നെ ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി.
ഞാൻ ചുരുങ്ങിയ സമയത്താണ് ആ പുസ്തകം വായിച്ചു തീർത്തത്. എങ്കിലും ഞാൻ പക്കായി ചേട്ടനെ നമ്മൾ പക്കായി എന്ന് വിളിക്കുന്നു, പക്ക ആയി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ പക്ക ആയത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നൊരു സ്വപ്നം, അത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തന്നെ കാര്യമായ സംഭാഷണത്തിൽ പലതും ചിൽഡ്രൻസ് ക്ലബിനെ പറ്റിയൊക്കെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും മഹാകാളികാവ് ക്ഷേത്രത്തെ പറ്റിയും നമ്മുടെ നാടിനെ പറ്റിയൊക്കെയുള്ള പല കാര്യങ്ങളിലും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ സ്വപ്നം പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനു മുൻപുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനത്തിൻ്റെ സമയങ്ങളിൽ അതിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ ബന്ധങ്ങളിൽ എന്നും വിലകൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ള നിലയിൽ പല വിവിധങ്ങളായ ആശയങ്ങൾ ഉള്ള വ്യക്തികളോട് പോലും രാഷ്ട്രീയപരമായിട്ടും മറ്റ് ചിന്താപരമായിട്ടുമൊക്കെ വിവിധ ചേരിയിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് പോലും നല്ല ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ഗോപാലകൃഷ്ണനെ നമ്മൾ പ്രശംസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഞാനിതിൻ്റെ ആദ്യ പുസ്തകം എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പുസ്തകം വായിച്ചു തുടങ്ങിയപ്പോൾ ആ കുട്ടിക്കാലത്തിൽ ടീച്ചർ ആദ്യം പറഞ്ഞ കാര്യമാണ് ആ വേലിക്കെട്ടിനകത്ത്. എല്ലാ വീട്ടിലും അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ വീടുകളിലും കുട്ടികളെ കിടത്തുന്നതിനുള്ളൊരു വേലി, അവർ ഓടിപ്പോകാതിരിക്കാനായിട്ടൊരു വേലി, അതിനുള്ളിൽ കിടന്ന് നമ്മൾ കാണിക്കുന്ന പരാക്രമങ്ങൾ, പാത്രം വലിച്ചെറിയുമായിരുന്നു എന്ന് അയൽപക്കത്തുനിന്ന് പലരും പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദുശാഠ്യക്കാരൻ അല്ലെങ്കിൽ ഉള്ളിൽ അന്ന് മുതലേ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ, തീഷ്ണത ഉള്ളിൽ കൊണ്ട് നടന്നിരുന്ന വ്യക്തിത്വമായിട്ട് കുട്ടിക്കാലം മുതൽ അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചായക്കടയിൽ പാല് കൊണ്ടുപോകുന്ന കാലത്തെ പറ്റി, കളികളെ പറ്റി. നമ്മുടെയൊക്കെ ഇപ്പോൾ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ 50കൾ കഴിഞ്ഞ അല്ലെങ്കിൽ 50കളോട് അടുത്ത പ്രായത്തിലുള്ള ആൾക്കാർക്ക് എപ്പോഴും ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടാക്കുന്ന പുസ്തകം. കാരണം ആയിരിക്കാവുള്ള കഴിച്ചിട്ടുള്ള കുട്ടികൾ ഇപ്പോഴത്തെ തലമുറയിൽ ചുരുക്കമായിരിക്കും. കാരണം അവർക്കിത് കഴിക്കാവുന്ന സാധനമാണെന്ന് അറിയില്ല. അപ്പോൾ തുറത്തുകൊണ്ട് കെട്ടി ഈ സാധനം കഴുത്തിൽ കെട്ടിയിട്ട് ഇങ്ങനെ താഴെ നിന്ന് വെള്ളം പിടിക്കുന്നത് മേളിലിരുന്ന് ആയിരിക്കാവുള്ള കഴിച്ചിട്ട് ഇറങ്ങിപ്പോരാൻ പറ്റാത്ത അവസ്ഥ എൻ്റെ കയ്യിലുണ്ട്. വെള്ളം നിന്ന് വയറ് നിറഞ്ഞിട്ട് ഇറങ്ങിപ്പോരാൻ പറ്റാത്ത അവസ്ഥ. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇതിനകത്തെ രചനയുടെ ആ സൗകുമാര്യം എന്ന് പറയുന്നത് നിഷ്കളങ്കതയാണ്. അദ്ദേഹം സാഹിത്യത്തിൽ നിന്ന് ഒരൊറ്റ വാക്ക് അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. സാഹിത്യപരമായിട്ടുള്ള ഒരു വാക്കുകൾ അതിനകത്ത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന സാധനങ്ങളെ അപ്പോഴപ്പോൾ കോറിയിട്ടിട്ട് അത് തന്നെ അങ്ങ് പകർത്തി എഴുതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരു സാഹിത്യവും അതിനകത്ത് ഇത്ര ലളിതമായ ഭാഷയിൽ ആർക്കും ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു 50 വർഷം പിൻപിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഈ പുസ്തകത്തിന് സാധിച്ചിട്ടുണ്ട്. സ്കൂൾ പഠനകാലത്തെ പറ്റി പറയുന്നുണ്ട്. അവിടുത്തെ ടീച്ചർ തല്ലിയ കാര്യം, അതിൽ ഏത് ടീച്ചറായിരുന്നു ഭയങ്കര, ഏത് ടീച്ചറായിരുന്നു മോശം ടീച്ചർ. ഞാൻ ഉദ്ദേശിച്ചത് പാവം. കുസുമ ടീച്ചർ പാവമായിരുന്നു, പക്ഷെ അധികം കാലം സ്കൂളിൽ നിന്നില്ല. ശാന്തമ്മ ടീച്ചർ അത്ര ഇതല്ലായിരുന്നു. ഭാനുദേവൻ ടീച്ചർ തല്ല് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും പറയുമ്പോൾ ഇതെല്ലാം കൂടെ ആ കാലഘട്ടത്തിൽ അനുഭവിച്ച തമ്പലക്കാട്ടുകാർക്ക് ഇതൊരു ഭയങ്കരമായൊരു അനുഭവമാണ്. ബ്രിജി ടീച്ചർ പറയുകയുണ്ടായി, ടീച്ചർ ആ കാലത്ത് തമ്പലക്കാട് എന്നുള്ള നാട് പോലും കേട്ടില്ല. സത്യമാണ്. പക്ഷെ സാറിൻ്റെ ടീച്ചറിൻ്റെ ഹസ്ബൻഡിന് വളരെ ദുഃഖകരമായ അവസ്ഥയിൽ അദ്ദേഹം എന്ന് പറയുന്നത് ടീച്ചറിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രാധാന്യപ്പെട്ട് ഈ വേദിയിൽ വരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഹസ്ബൻഡ്. അപ്പം അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാവുന്ന യഥാർത്ഥ ചിത്രമാണ് ഈ പുസ്തകത്തിലുള്ളത്. ഞാൻ വിശദീകരിച്ച സമയങ്ങളില്ല, വളരെ വൈകി എന്നെനിക്കറിയാം. അപ്പം അങ്ങനെ പിന്നീട് വളരെ വികാരപരമായ ഒരുപാട് രംഗങ്ങൾ ആ പുസ്തകത്തിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലെ പല കാര്യങ്ങളും, കുട്ടിക്കാലത്ത് അനുഭവിച്ച ആ കുടുംബത്തിൻ്റെ അവസ്ഥകളും, പിന്നീട് അദ്ദേഹം അതിൽ നിന്നൊക്കെ കരകയറിയതും, അദ്ദേഹത്തിന് ചില ആൾക്കാരെ പേരെടുത്ത് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചില വിഷമസന്ധികളിൽ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിലും സന്താപത്തിലും ഒക്കെ നമ്മളോടൊപ്പം നിൽക്കുന്ന വ്യക്തികളെ ഇത്ര കൃത്യമായിട്ട് ഓർത്തിരുന്നിട്ട് അവരെ ഒരു പൊതുവേദിയിൽ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ കൂടി അനാവരണം ചെയ്യാൻ എത്ര തുറന്നു കാണിക്കാനുള്ള മനസ്സ് കാണിക്കുന്നത് ഒരിക്കലും അതൊരു ഭയങ്കര ധൈര്യം അല്ലെങ്കിൽ എന്താ പറയുന്നത് പ്രത്യേക ആർജവമാണ്. ആരെയും വിട്ടുപോകാതെ. ഇപ്പോൾ ശ്രീധരചേട്ടനെ പറ്റി, അതായത് പുത്തങ്കട ശ്രീധരചേട്ടൻ അതേപോലെ ഇപ്പോഴായിരുന്നു. ശ്രീധരചേട്ടൻ്റെ വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ ചെന്നാണ് ആദ്യമായിട്ട് പണം കിട്ടുന്നതെന്ന് പറയുമ്പോൾ ആ വീട്ടിൽ ചേച്ചി ഉണ്ടാക്കി തന്നിരുന്ന ചായയെ പറ്റിയും ദോശയെ പറ്റിയും പറയുകയും ആ കുടുംബാംഗങ്ങളെ പറ്റി സ്മരിക്കുകയും അതിൽ അന്നത്തെ ആ അവസ്ഥയിലുള്ള അതിനോടുള്ള നന്ദി ഇപ്പോൾ രേഖപ്പെടുത്തുകയും അത് ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എല്ലാവരും പല ആനുകൂല്യങ്ങളും പല സ്നേഹങ്ങളും പലരിൽ നിന്നും കൈപ്പറ്റുന്നവരാണ്. എന്നാൽ അത് പിന്നീട് സ്മരിക്കേണ്ട അവസരത്തിൽ സ്മരിക്കുക എന്ന് പറയുന്നതും അതിനൊരു നന്ദി പ്രകടിപ്പിക്കുക എന്ന് പറയുന്നതുമാണ് ഏറ്റവും നമ്മളൊക്കെ മറന്നു പോകുന്ന ചില
കാര്യം. അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ പുസ്തകത്തിലൂടെ ചെയ്തിട്ടുണ്ട്. ചില വിട്ടുപോകലൊക്കെ ഉണ്ടാവാം, അത് മനുഷ്യ സഹജമാണ്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും രീതിയിൽ ചില അതുണ്ടാവാം. എങ്കിൽ പോലും ഈ പുസ്തകം ആദ്യാവസാനം ഒന്ന് വായിക്കുന്ന ആളിന് ചില അധ്യായങ്ങളൊക്കെ നമുക്കത്ര ഇതല്ലെങ്കിലും, കാരണം അത് അദ്ദേഹത്തിൻ്റെ യാതൊരു പേഴ്സണൽ ലൈഫിൽ അങ്ങനെയുള്ളതാണെങ്കിലും ഈ ബാല്യകാലം മുതൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം, യാത്രകൾ, ഇതെല്ലാം വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കരമായ നൊസ്റ്റാൾജിക് ഫീലാണ്. എന്തായിരുന്നാലും പിന്നെ ഞാൻ കുടുംബകലം ഉണ്ടാക്കാനല്ല, അദ്ദേഹം ഇതിനകത്ത് പറയാത്തൊരു അധ്യായമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കൗമാരപ്രായത്തെപ്പറ്റി, യൗവനപ്രായത്തെ പറ്റിയുള്ള പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നോട് VP അദ്ദേഹം പറയുകയായിരുന്നു, നമുക്കതൊന്ന് അന്വേഷിച്ചാലോ, ആ സ്ത്രീ ആരാണെന്ന് അന്വേഷിച്ചാലോ, എന്നൊരു പേഴ്സണലായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, തമ്പരക്കായിട്ട് വന്നൊരു കുടുംബകലം ഉണ്ടാക്കിയിട്ട് പോകണ്ടല്ലോ, വളരെ മനഃപൂർവ്വമാണെങ്കിൽ അത് ഒഴിവാക്കിയെങ്കിൽ നമ്മളായിട്ട് നോക്കണ്ട എന്ന് VPയോട് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞത് വളരെ ഹൃദ്യമായി തോന്നി. അദ്ദേഹത്തിന്റെ മറ്റു 3 പുസ്തകങ്ങളുടെയും പ്രകാശനത്തിന്റെ സമയത്ത്, ഒരു പുസ്തകത്തിന്റെ പ്രകാശനത്തിന്റെ ചടങ്ങിൽ ഇതുപോലെ തന്നെ പങ്കെടുത്ത ആളാണ് ഞാൻ, അതിനകത്ത് ഉൾക്കൊണ്ട ആളാണ്. മറ്റു 2 പുസ്തകങ്ങൾ എനിക്ക് ലഭിച്ചതാണ്. അപ്പോൾ ആ പുസ്തകങ്ങളെക്കാൾ എല്ലാം ഉപരി അദ്ദേഹത്തിന്റെ മനസ്സ്, അല്ലെ അദ്ദേഹം എന്താണ് എന്നുള്ളത്, ആ നിഷ്കളങ്കത, അദ്ദേഹത്തിന്റെ ആ നാടിനോടുള്ള ആ ഒരു ആത്മബന്ധം, അദ്ദേഹം ഇവിടെ എത്തിയത് ഏത് വഴിയിലൂടെയാണെന്നുള്ളത് തുറന്നു പറച്ചില്ല, അത് എന്ത് വന്നാലും വളരെ ആസ്വാദ്യകരമായിട്ട് ഒരു പുസ്തകത്തിൽ കൂടി അവതരിപ്പിച്ച് അദ്ദേഹത്തിന്റെ കഴിവ്, അദ്ദേഹത്തിന്റെ ആ ഒരു ആർജവും ഞാൻ എന്നും അദ്ദേഹത്തെ പ്രശംസിക്കുന്നു. മുന്നോട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ, റിട്ടയർമെന്റ് എന്ന് പറയുന്നത് പലരും ചിന്തിക്കുന്നത് തീർന്നു, ജീവിതത്തിൽ ഏതാണ്ട് 10-30 വർഷം അല്ലെങ്കിൽ 35 വർഷം ഒരു ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്തതിനു ശേഷം എല്ലാം കിട്ടുന്ന ശമ്പളവും അല്ലെങ്കിൽ കിട്ടുന്ന പെൻഷനും വാങ്ങി എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടേണ്ടതാണ് റിട്ടയർമെന്റ് ജീവിതം എന്നുള്ള സങ്കല്പങ്ങളൊക്കെ മാറി. ഇപ്പൊ നിലവിൽ ഇത് നമ്മുടെ പുസ്തകം പരിചയപ്പെടുത്തിയ ടീച്ചറും റിട്ടയർമെന്റ് ജീവിതം, പക്ഷേ റിട്ടയർമെന്റ് ജീവിതത്തിലാണ് എനിക്ക് തോന്നുന്നത് സർവീസ് ജീവിതത്തെക്കാൾ കൂടുതൽ എൻഗേജ്ഡ് ആയിരിക്കുന്നത് ടീച്ചർ ഇപ്പോൾ അവരായിരുന്നു. മറ്റു പലരും അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുണ്ട്. റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുകയും കൂടുതൽ മേഖലകളിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി വ്യക്തി. അതുപോലൊരു വ്യക്തിത്വം നമ്മുടെ നാടിന് ഒരുപാട് ഗുണപ്പെടുന്ന രീതിയിൽ ഇവിടുത്തെ അടുത്ത തലമുറയ്ക്ക് നമ്മുടെ ഈ പിന്നെ അദ്ദേഹം അവസാനം രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞു, അത് അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കരമായ, അതിന് പറയണം, അതിനാണ് ഒരു വില കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നയാളാണ്. ഒരു പുസ്തകത്തിൽ കൂടി അത് തുറന്ന് പറയുന്നുണ്ട്. ഞാനത് ഒളിച്ചുകളികളൊന്നുമില്ല, ഞാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്ന പാർട്ടിയെ അന്ധമായി വിശ്വസിക്കുന്ന സ്വഭാവം എനിക്കില്ല. അതിലൊരു തെറ്റുകൾ കണ്ടാൽ വിമർശിച്ച് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും അത് തെറ്റാണ് എന്ന് ഞാൻ പറയുകയും അതിനെ തിരുത്തി ജീവിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ജീവിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നതിനെ പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു അന്ധമായ രാഷ്ട്രീയക്കാരനല്ല എന്നുള്ള കാര്യം. കാരണം അദ്ദേഹത്തിന് കൂടുതൽ ബന്ധമുള്ളത് മറ്റ് രാഷ്ട്രീയപരമായ വിശ്വാസത്തിലുള്ള ആൾക്കാരുമായിട്ടെല്ലാം നല്ല ബന്ധങ്ങൾ കിട്ടിയിരുന്ന ആളാണ് ഞാൻ എന്ന് പറയുന്നത്. മറ്റു പലരും പറഞ്ഞല്ല, താൻ പറയുന്നത് മാത്രമാണ് ശരി, എൻ്റേത് മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ മറ്റൊരാളിനെ കൂടി മാനിക്കുവാനും അവരുടെ ചിന്തകൾ ശരിയാണെന്നും ഒക്കെയുള്ള ആ ഒരു ദീർഘമായ ചിന്താഗതിയോടെ അദ്ദേഹം എഴുതിയ പുസ്തകം, ഇത് തമ്പലിക്കാട് മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന് എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാവട്ടെ. അദ്ദേഹത്തിൻ്റെ കൂടുതൽ രചനകൾ നമുക്ക് ആസ്വാദ്യകരമായിട്ട് തീരട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തോടൊപ്പം പദയാത്രയിൽ ദീപു കൂടെ സഹയാത്രികനായിരുന്നു എന്ന് പറഞ്ഞതുപോലെ അവരുടെ ആ കുടുംബത്തിൻ്റെ ജീവിതം. അപ്പോൾ എൻ്റെ ഭാര്യയുമായി അദ്ദേഹത്തിൻ്റെ ഭാര്യ സംസാരിച്ച സമയത്ത് പറയുകയുണ്ടായി, ചേട്ടൻ ഇങ്ങനെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് വന്നിരുന്ന് അദ്ദേഹത്തിൻ്റെ സന്തോഷം കണ്ടെത്തുന്നതിൽ ഞാൻ 100% കൂടെ നിൽക്കുന്നു, എൻ്റെ ഭാര്യ എന്നുള്ള ധർമ്മത്തിൽ ഞാൻ കൂടെ നിൽക്കുന്നു. അല്ല ചോദിച്ചെത്തുന്നു, അവർ ചോദിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ചേട്ടൻ പോകുന്നതിനോടോ ഇനിയിപ്പോൾ എനിക്ക് അനുഭവിക്കാൻ പോകേണ്ടതാണോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും, ഇതിന് നിങ്ങൾ എതിരല്ലേ, അല്ലെങ്കിൽ ഇത് നിങ്ങളെങ്ങനെ സഹിക്കുന്നതൊക്കെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും, എനിക്കറിയില്ല. എന്താണെങ്കിലും വനിത ചേച്ചി വളരെ സൗമ്യമായിട്ട് മീനയോട് ഇങ്ങനെ സംസാരിച്ചു എന്നോട് പേഴ്സണലായിട്ട് മീനയും പറയുന്നു. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. ഈ പുസ്തകം ഒരു മുതൽക്കൂട്ടാണ്. ഇനിയും ഉത്തരോത്തരം ഭംഗിയായി പല രചനകളും അദ്ദേഹം നടത്താൻ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചത് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷ അമ്പളി, ഉദ്ഘാടനം ചെയ്ത മുഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തങ്കൽ, പുസ്തകം പരിചയപ്പെടുത്തിയ ബീന ജോസ് ടീച്ചർ, ഇപ്പോൾ നമ്മൾ പറയുന്നത് ബീന ജോസ് ടീച്ചറാണ്, മുഖ്യപ്രഭാഷണം നടത്തിയ KJ തോമസ്, ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച
മുൻ ഗ്രാമപഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഇസ്മായിൽ, മഹാളിവാർ ദേവസ്വം പ്രസിഡന്റ് രാജചേട്ടൻ, ഷീലാകുമാരി ടീച്ചർ കുട്ടിയെ, ബൈജു ശങ്കരമല, എസ് പ്രദീപ്, പ്രിയ ഗോപാലകൃഷ്ണൻ ചേട്ടൻ, MR ഗോപാലകൃഷ്ണൻ ചേട്ടൻ, സ്വാഗതം പറഞ്ഞ എൻ്റെ ഭാര്യകൂടി അനിത ഗോപാലകൃഷ്ണൻ, ഐശ്വര പ്രാർത്ഥന നടത്തിയ കുട്ടികൾ, ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും തന്നെ ഞാൻ ഈ ആദ്യം തന്നെ ഒരു നന്ദി പറയുന്നു. കാരണം എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാം ഇവിടെ വന്നു. എൻ്റെ ഒരു പുസ്തക പ്രകാശനം അത് മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും ഇവർ ഏറ്റവും ഉയർന്ന വ്യക്തിത്വം തൊട്ട് ഏറ്റവും താഴെയുള്ള വരെ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളതെന്ന് വെച്ചാൽ പുസ്തക വായന ഇന്നില്ല. താരതമ്യേന ഉള്ളൊരു കുഴപ്പം. ഇപ്പം ഞാൻ ആ പുസ്തകത്തിൽ എത്ര വലിയ കാര്യം, ഇപ്പം നോബൽ സമ്മാനം കിട്ടുന്ന കാര്യം എഴുതി വെച്ചാലും അത് കാര്യമില്ല. പക്ഷെ അതാരെങ്കിലും വായിച്ച് ഒരുപക്ഷെ ഒരു അഭിപ്രായം പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷമാവുള്ളൂ. അത് തീർച്ചയായിട്ടും വിമർശനമാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു അഭിപ്രായം കിട്ടേണ്ടി വരുന്നു. അപ്പോൾ എന്നോടുള്ള ഒരു സ്നേഹബന്ധത്തിൽ ഈ പുസ്തകം ആരെങ്കിലും വാങ്ങിക്കൊണ്ട് പോയി വീട്ടിൽ വെച്ചെങ്കിൽ എനിക്കതിൽ ഒരു സന്തോഷമില്ല. തീർച്ചയായിട്ടും അത് വായിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് വായിച്ചെങ്കിൽ മാത്രം. ഇപ്പം ഈ തമ്പലയ്ക്കകത്തുള്ള 100 ആൾക്കാരെ പറ്റി എൻ്റെ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പലരും ഒരുപക്ഷെ ഇന്നും ആ കാര്യം അവർക്ക് അറിയാവുന്നതായിരിക്കില്ല. എൻ്റെ പുസ്തകം വായിക്കുമ്പോൾ മാത്രം ഒരുപക്ഷെ അവർക്ക് അത് അറിയത്തുള്ളൂ. ഈ എന്നെ ഞാനെങ്ങനെ പറഞ്ഞു അല്ലെ ഞാനെങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം അറിയണമെങ്കിൽ എൻ്റെ ഈ പുസ്തകം വായിച്ചെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ പ്രസംഗത്തിൽ ചില പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടായില്ല. നമ്മളത് അങ്ങനല്ല. അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുമ്പോഴേ ഇപ്പം MR ശരിയാകും. MR വായനശാലയുടെ കാരണം എനിക്കെന്തോ 17 വയസ്സേ ഉള്ളൂ. അല്ല 17 വയസ്സ് പോലും ഇല്ല. വായനശാലയുടെ നിർമ്മാണഘട്ടം നടക്കുമ്പോൾ എനിക്ക് 16 വയസ്സേ ഉള്ളൂ. ഞാനൊരു ഓടിക്കളിച്ചാണ്. പക്ഷെ എന്നാലും വായനശാലയുടെ നിർമ്മാണത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. 16 വയസ്സേ ഉള്ളൂ. അല്ല 17 വയസ്സേ ഉള്ളൂ. അന്നേരം നമുക്കറിയാമല്ലോ നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. എന്നാലും ഒരു ഞാനത് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ പാവപ്പെട്ട ഒരു പണക്കാരും തമ്മിലുള്ള ഒരു ഫൈറ്റ് തന്നെയായിരുന്നു വായനശാലയുടെ നിർമ്മാണം. അതാണ് എൻ്റെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ ആശയത്തിലേക്കും പോയ ഒരു സംഭവമാണ്. ഞാൻ കുറെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒത്തിരി സംഭവങ്ങൾ വിട്ടുപോയിട്ട് കാണും. തീർച്ചയായിട്ടും അതൊന്നും മനഃപൂർവ്വമല്ല. പക്ഷെ എൻ്റെ അന്നത്തെ കാലത്തെ അറിവ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നീട് ഞാനത് ചോദിച്ച് വിവരപ്പെടുത്താനൊന്നും പോയിട്ടില്ല. എനിക്ക് മനസ്സിൽ ഈ ഓർമ്മക്കുറിപ്പ് എഴുതിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം കുറിച്ച് വെച്ചിട്ടില്ല. അതിൽ പദയാത്രയുടെ കാര്യം മാത്രമേ ഉള്ളൂ കുറച്ച് കുറിച്ച് വെച്ച് ഒരു അധ്യായം എഴുതിയിട്ടുണ്ട്. ബാക്കി മുഴുവൻ തന്നെ എൻ്റെ ഓർമ്മയിൽ കിടക്കുന്ന കാര്യങ്ങൾ. ഇപ്പം ഞാനിപ്പോൾ എഴുതിയ ഒരു അധ്യായം ഇപ്പം എൻ്റെ കിട്ടുകയാണെങ്കിൽ ഞാൻ വായിക്കുമ്പോൾ പിന്നെ എനിക്ക് കാര്യങ്ങൾ കിട്ടും. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പം എൻ്റെ കോളേജ് ജീവിതത്തെ പറ്റി ഞാനത് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ വാഴൂർ കോളേജിൽ ഫസ്റ്റ് ഗ്രൂപ്പിന് ചേർന്ന് ആദ്യം ചെന്ന ദിവസം നടന്ന ഒരു കാര്യം അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം വിട്ടുപോയെന്ന് പറയുന്നതുകൊണ്ട് സൂചിപ്പിക്കാൻ മാത്രം. ഞാൻ അന്ന് ക്ലാസ്സിൽ ഫസ്റ്റ് ഗ്രൂപ്പിന് ആദ്യത്തെ ക്ലാസ് മാത്തമാറ്റിക്സിലെ രാമപ്രഭു സാറാണ് എടുത്തത്. രണ്ടാമത്തെ ക്ലാസ് എടുക്കാൻ വന്നത് പത്മിനി ടീച്ചറാണ്, ഫിസിക്സിൻ്റെ ടീച്ചറാണ്. എല്ലാവരും 120 പേരുണ്ട് ആ ക്ലാസ്സിൽ ഇരിപ്പുണ്ട്. 120 പേര് ഇരിപ്പുണ്ട്. അന്നേരം ആദ്യം ടീച്ചർ രാമപ്രഭു സാറ് വന്നപ്പോൾ ആദ്യം ഫസ്റ്റ് ക്ലാസ്സിൽ പേര് എഴുന്നേൽക്കാൻ പറഞ്ഞു. പേര് പറയുന്നു. രണ്ടാമത്തെ പത്മിനി ടീച്ചർ വന്നപ്പോൾ ഇത് തന്നെ എല്ലാവരും പേരൊക്കെ പറയുന്നുണ്ട്. രണ്ടാമത്തെ പത്മിനി ടീച്ചർ ക്ലാസ് വന്നു കഴിഞ്ഞ് ചോദിച്ച കാര്യം ഫസ്റ്റ് ക്ലാസ് കുട്ടികൾ എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. 120 കുട്ടികൾ ഇരിപ്പുണ്ട്. അപ്പോൾ അത് കുറച്ച് 5-8 പേര് എഴുന്നേറ്റ് ഫസ്റ്റ് ക്ലാസ് കുട്ടികൾ. അപ്പോൾ ഞാനവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്നെ ചൂണ്ടി വെച്ചു. ഇങ്ങനെ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ലേ? ഓർത്തോണം 120 കുട്ടികൾ. ആ ടീച്ചർക്ക് ഒരു പക്ഷേ ആരും തന്നെ അറിയാൻ ഒരു സാധ്യതയില്ല. ഒരു ഫസ്റ്റ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മളൊരു പ്രീഡിഗ്രിയാണ് ആ ചെല്ലുമ്പോൾ ഞാൻ എന്നെ തന്നെ ഫസ്റ്റ് ക്ലാസ് ഇല്ല നിങ്ങൾ
ഈ കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ് ഇല്ലേ എന്നാണ് ചോദിച്ചത്. ഓർത്തോണം. പക്ഷെ എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടില്ലത്. സംഭവിച്ചതെന്നു വെച്ചാൽ ഞാൻ ഈ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ക്വിസ് മത്സരത്തിനൊക്കെ പോയി അത് നല്ല പ്രകടനം ഈ ജില്ലയിലൊക്കെ ഒന്നാം സ്ഥാനം സ്റ്റേറ്റ് ലെവൽ മത്സരങ്ങൾ പോയി. പക്ഷേ ടീച്ചർ വന്ന് അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. ഈ മത്സരം നടക്കുമ്പോൾ ടീച്ചർ അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. എൻ്റെ പ്രകടനം ടീച്ചർ ശ്രദ്ധിച്ചിരുന്നു. ആ ക്വിസ് മത്സരത്തിന് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ 2 സ്റ്റേറ്റ് ലെവൽ മത്സരം തിരുവനന്തപുരം കൊല്ലം പോയി. എൻ്റെ കൊച്ചേട്ടനാണ് കൊല്ലത്ത് ഉള്ളത്. പുരുഷോത്തമൻ മരിച്ചു കഴിഞ്ഞ് പോയി. കൊല്ലത്തന്നെ മത്സരത്തിന് കൊണ്ട് കൊച്ചേട്ടനായിരുന്നു പുരുഷോത്തമൻ. അപ്പം അല്ല ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അല്ല അങ്ങനെ നമുക്ക് എത്രയോ കാര്യങ്ങൾ എൻ്റെ ഈ പുസ്തക പ്രസാധകർ എന്നോട് പറയുമായിരുന്നു. ഞാൻ ഇങ്ങനെ എഴുതുമ്പോൾ പിന്നെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും എനിക്ക്. അപ്പോൾ ആ പ്രസാധകർ പറഞ്ഞു ഇത് നടക്കരുതെന്ന് പറഞ്ഞു. കാരണം ഞാനിപ്പോൾ ഇത് വായിക്കുകയാണെങ്കിൽ എനിക്ക് വീണ്ടും ഓർമ്മകൾ വീണ്ടും കയറി. അപ്പോൾ ഇത് നമ്മുടെ പുസ്തക പ്രകാശന ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു അച്ഛൻ എഴുതിയിട്ടുള്ള ഓർമ്മകളിലേക്കൊരു പദയാത്ര എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ ഈ പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഇന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ സാർ വന്നിട്ട് പ്രകാശനം ചെയ്തത്. അപ്പോൾ ഈ പുസ്തകമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനോട് തന്നെ നേരിട്ട് ചോദിക്കുക. അച്ഛൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാൻ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ 4 പുസ്തകങ്ങൾ മുമ്പ് ആദ്യമേ ഞാൻ കാണിച്ചിട്ടുള്ള 3 പുസ്തകവും ഈ പുസ്തകം 4ാമത്തെ പുസ്തകം, ഈ 4 പുസ്തകം നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ പുസ്തകം എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനലിലെ വീഡിയോസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.